എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ വാർത്തയുടെ വഴിയിൽ വീണ്ടും ഒരു കണ്ടുമുട്ടലിലാണ്. നമുക്ക് ഒരുപാട് വാർത്തകൾ ഇന്നുണ്ട്, അതിലേക്ക് വിശദമായി കിടക്കാം. കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത് നിന്നും ലോകം മുട്ടെ വളർന്ന ഒരു താരം ഇന്ന് ക്രിക്കറ്റിൽ നമുക്കുണ്ട്, അല്ലേ? സഞ്ജു സാംസൺ. ഓരോ മലയാളിയും കണ്ട സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണ്. അത് വെറുതെ അങ്ങ് സംഭവിച്ചതല്ല. പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോഴും തളരാതെ സഞ്ജു സാംസൺ നടത്തിയ പോരാട്ടത്തിന്റെ സാക്ഷ്യപത്രമാണത്. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിയർപ്പ് തുന്നിയിട്ടതാണ് സഞ്ജുവിന്റെ ഈ കിരീടക്കുപ്പായം. ഫോമില്ലായ്മയുടെ പേരിൽ നിരന്തരമായ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിട്ട സഞ്ജു ബെഞ്ചിൽ നിന്ന് ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് നടത്തിയ യാത്ര ഓരോരുത്തർക്കും പ്രചോദനം ആകേണ്ടതാണ്. സഞ്ജുവിന്റെ ആ ജീവിതയാത്രയാണ് എല്ലാവർക്കുമുള്ള പാഠം. തോൽവിയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനും ലക്ഷ്യത്തിലേക്ക് പായാനുമുള്ള പാഠം. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ നേരം വൈകുന്നേരം ഇന്ന് ആരംഭിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനുമേലുള്ള ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം 10ാം ദിനവും തുടരുകയാണ്. സമ്പൂർണ്ണ കീഴടങ്ങൽ ആവശ്യപ്പെട്ട് അമേരിക്ക നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും കീഴടങ്ങാതെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയെ ഇറാൻ ഇന്ന് തെരഞ്ഞെടുത്തു. അയത്തുള്ള അലി ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയിയാണ് പിൻഗാമി. പുതിയ നേതൃത്വം ചുമതലയേറ്റതോടെ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. എന്താണ് ഈ 10ാം ദിവസം നടക്കുന്നത് എന്നതാണ് നമ്മൾ വിശദമായി ഇനി പരിശോധിക്കാൻ പോകുന്നത്. 9ാം ദിനം കടുത്ത ആക്രമണമാണ് ഇറാൻ നേരിട്ടത്. തെഹ്റാനിലേത് ഉൾപ്പെടെ 3 എണ്ണ സംഭരണശാലകൾ തീഗോളമായി ഇറാനിൽ എണ്ണമഴ പെയ്യിച്ച ദിവസമായിരുന്നു 9ാമത്തെ ദിവസം. ഇതിന്റെ തിരിച്ചടിയായി ഗൾഫ് മേഖലയിൽ തുടങ്ങിയ പ്രത്യാക്രമണം ഇറാൻ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. 10ാം ദിനവും അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖല വലിയ ആശങ്കയിലാണ്. തുടർച്ചയായുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ബഹ്റൈനിൽ ആക്രമണത്തിൽ 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം 32 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. അബുദാബിയിൽ മിസൈൽ ആക്രമണം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇന്റർസെപ്റ്റ് ചെയ്യാൻ UAEക്ക് കഴിയുന്നുണ്ട് എന്നതാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന വിവരം. ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ UAEയിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൗദിയിൽ പരിക്കേറ്റ US സൈനികൻ മരിച്ചു എന്ന വിവരം വന്നു. ആ സൈനികന്റെ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 8ആയി ഉയർന്നിരിക്കുകയാണ്. സൗദിയിൽ റിയാദിലെ US എംബസിയിൽ നിന്ന് അത്യാവശ്യ ചുമതലകളിലുള്ളവരല്ലാത്ത ജീവനക്കാരോടും കുടുംബാംഗങ്ങളോടും മടങ്ങി വരാൻ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദിയിലെ അൽ ഖർജിൽ മിസൈൽ ഭാഗം വീണ് ഇന്ത്യക്കാരൻ മരിച്ചെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ എംബസി നിഷേധിച്ചു. പരിക്കേറ്റ് ചികിത്സയിലുള്ളയാളെ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. തെക്കൻ ലെബനൻ മേഖലയിൽ ഇസ്രയേൽ കനത്ത ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരം. ബെയ്റൂട്ടിൽ ഹെലികോപ്റ്റർ റെയ്ഡുകൾ നടത്തി. മരണസംഖ്യ 400 കടന്നു എന്നതാണ് ലെബനൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ടെഹ്റാനിൽ എണ്ണ സംഭരണശാലകൾക്ക് നേരെ US ഇസ്രയേൽ ആക്രമണം ഉണ്ടായി. ഇറാനിൽ മരണസംഖ്യ 10ാം ദിനം എത്തുമ്പോൾ 1332 ഉയർന്നിട്ടുള്ളത്. ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയാണ്, ഗുരുതര പ്രതിസന്ധിയാണ് ഈ 10 ദിവസം നീളുന്ന യുദ്ധം വരുത്തിവെച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില 100 കടന്നു എന്നൊരു സാഹചര്യമുണ്ട്. അവശ്യ സാധനങ്ങളുടെ വില ഉൾപ്പെടെ ഉയരാനുള്ള ഒരു സാഹചര്യം ലോകമെമ്പാടും വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്രൂഡ് ഓയിൽ വില 100 കടന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ദിവസമാണ്. സെൻസെക്സ് നിഫ്റ്റിയും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണത്തിന്റെ വില കുറഞ്ഞു എന്നൊരു സാഹചര്യമുണ്ട്. രൂപയുടെ മൂല്യവും താഴേക്കാണ് പോകുന്നത്. അപ്പോൾ 10 ദിവസം എന്ന് പറയുമ്പോൾ ആ 10 ദിവസം വലിയ ആഘാതം ലോകത്താകെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഒപ്പം 1600-ലേറെ പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമായി തുടരുകയാണ്. അപ്പോൾ ഇറാനിൽ നിർണായകമായ ഒരു ദിവസവും ഈ 10ാം ദിവസം ഉണ്ടാവുകയാണ്. അത് ആദ്യ ആക്രമണത്തിൽ തന്നെ മരിച്ച പരമോന്നത നേതാവിനെ
പകരക്കാരനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്ടാണ് മുജ്തബയെ പരമോന്നത നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 10ാം ദിനത്തിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാകുന്നത് എന്നത് നമ്മൾ കാണണം. യുദ്ധത്തിന്റെ ആദ്യ ആക്രമണത്തിലാണ് പരമോന്നത നേതാവ് ഖമനയി കൊല്ലപ്പെട്ടത്. അപ്പോൾ 10 ദിവസം കാത്തിരുന്നാണ് ഇറാൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് പിൻഗാമി. ദേശീയ ടെലിവിഷൻ ചാനലിലൂടെയാണ് ഇറാൻ ഈ വിവരം പുറത്തുവിട്ടത്. ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സേനാ വിഭാഗമായ IRGCയും മുജ്തബയ്ക്ക് പിന്തുണ അറിയിച്ചു. ഇറാന്റെ ഭരണ ഇടനാഴിയിലെ ഏറ്റവും അദൃശ്യനായ ഏറ്റവും വലിയ ശക്തി സാന്നിധ്യമായാണ് മുജ്തബ ഖമനേയി അറിയപ്പെടുന്നത്. ഖമനയിലേക്ക് എത്താൻ മുജ്തബയിലൂടെ കടന്നു പോകണമെന്നും ഇറാനിലെ യഥാർത്ഥ അധികാര കേന്ദ്രം അയത്തുള്ള അലി ഖമനേയി ഉള്ളപ്പോഴും മുജ്തബയെന്നും വിക്കിലീക്സ് പുറത്തുവിട്ട രേഖകളിലൊക്കെ പരാമർശമുണ്ടായിരുന്നു. ആ മുജ്തബയാണ് ഇറാനെ ഇനി മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത്. മുജ്തബ നേതൃത്വത്തിൽ എത്തുന്നതോടെ ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ കടുക്കും എന്നതാണ് കരുതപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിയുടെ വാൾ അതേസമയം മുജ്തബയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. പരമോന്നത നേതാവിന്റെ ഓഫീസിലെ രാഷ്ട്രീയ സുരക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അതായിരുന്നു സ്ഥാനം മുജ്തബയുടേത് ഇതുവരെ. ഇറാന്റെ ഭരണസിരാ കേന്ദ്രമായ ബെയ്തായി റഹ്ബാരിയുടെ നിയന്ത്രണം പക്ഷേ നേരത്തെ തന്നെ മുജ്തബയുടെ കൈകളിലായിരുന്നു. അപ്പോൾ താരതമ്യേന ചെറിയ സ്ഥാനം വഹിച്ചിരുന്നപ്പോൾ പോലും ഈ അധികാരം കൈവെള്ളയിൽ കൊണ്ട് നടന്ന വ്യക്തിയാണ് മുജ്തബ. ഖമനേയിയേക്കാൾ അന്നും ഇതിന്റെയൊക്കെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത്, ഇറാന്റെ എല്ലാ നീക്കങ്ങളുടെയും ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന വ്യക്തിയാണ് മുജ്തബ. ആ മുജ്തബയാണ് ഇപ്പോൾ ഇറാനെ നയിക്കാൻ പരമോന്നത നേതാവ് സ്ഥാനത്തേക്ക് എത്തുന്നത്. സൈനിക വിഭാഗമായ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുമായി അടുത്ത ബന്ധമാണ് ഈ മുജ്തബയ്ക്കുള്ളത്. IRGC കമാൻഡർമാരുടെ പൂർണ്ണ പിന്തുണ മുജ്തബയ്ക്കുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുള്ള വ്യക്തിയാണ്. ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന നേതാവായാണ് മുജ്തബ പൊതുവെ അറിയപ്പെടുന്നത്. പരസ്യമായി ഭരണ പദവികൾ ഒന്നും വഹിച്ചിരുന്നില്ലെങ്കിലും ഭരണ നീതിന്യായ മേഖലകളിൽ സുപ്രധാന സ്വാധീനമായിരുന്നു മുജ്തബ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും വഹിച്ചിരുന്നത്. 2009-ലെയും 2022-ലെയും ഒക്കെ ഇറാനിൽ നടന്ന പ്രതിഷേധത്തെ അടിച്ചമർത്തിയതും സാമ്പത്തിക ആരോപണങ്ങളും ഒക്കെ മുജ്തബ നേരിട്ടിട്ടുണ്ട്. ഒരു വശത്ത് വലിയ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ഈ ഖമനേയിയെ അയത്തുള്ള അലി ഖമനേയിയേക്കാൾ പാശ്ചാത്യ വിരുദ്ധതയൊക്കെ ഉള്ള വ്യക്തിയാണ് മുജ്തബ എന്നതാണ് അറിയാൻ പറ്റുന്നത്. പദവിക്ക് മുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. രാജവംശത്തിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പോരാടിയ നേതാവിന്റെ മകൻ ഒടുവിൽ പിതാവിന്റെ പിൻഗാമിയായി എത്തുന്നു എന്നതാണ് വിമർശനത്തിന് വിധേയമാക്കുന്ന ഒരു കാര്യം. US-ഉം ഇസ്രായേലുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത വളരെ ശക്തമായ പാശ്ചാത്യ വിരുദ്ധത പേറുന്ന ഒരു വ്യക്തിയാണ് മുജ്തബ. രാജ്യം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുമ്പോഴും മുജ്തബയ്ക്ക് ലണ്ടനിലടക്കം ഒരുപാട് സഹസ്രകോടികളുടെ സ്വത്തുക്കളും ബിനാമി ഇടപാടുകളും ഉണ്ട് എന്ന മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതുമൊക്കെ വിമർശനത്തിന് ഇട നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. 2019-ൽ US മുജ്തബയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അമേരിക്കയുടെ കണ്ണിലെ കരടാണ് ഈ മുജ്തബ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുജ്തബയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഇറാനിൽ ഉൾപ്പെടെ ഉയരുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന വിവരമാണ്. ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുജ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിലെ എക്ബത്താൻ പരിസരത്തുള്ള വീടുകളുടെ ജനാലകളിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുജ്തബയ്ക്ക് മരണമെന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇറാനിലെ വിപ്ലവ പാരമ്പര്യത്തിന് വിരുദ്ധമായി അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നതിനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം എതിർക്കുന്നുണ്ട് എന്നതൊക്കെയാണ് വരുന്ന വിവരം. എന്തായാലും ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കുടുംബവാഴ്ചയ്ക്ക് സമാനമായ രീതിയിൽ ഒരു അധികാര കൈമാറ്റം നടക്കുന്നത്. അതിനോടുള്ള എതിർപ്പ് കൂടിയാണ് ഉയരുന്നത്. നമുക്കറിയാം, വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ ഇറാൻ കടന്നുപോയിട്ടുള്ള ഒരു സമയമാണ്. അതിന് പിന്നാലെയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രക്ഷോഭങ്ങൾ നയിച്ചവർ എന്താണോ ആ പ്രക്ഷോഭങ്ങൾക്ക് കാരണം, അതിനേക്കാൾ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തി അധികാരത്തിലേക്ക് വരുമ്പോൾ, പരമോന്നത സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉയരുന്ന സ്വാഭാവികമായ പ്രതിഷേധങ്ങളാകാം. അല്ലെങ്കിൽ
അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള പ്രൊപ്പഗൻഡയാകാം. എന്താണ് അതിൽ വ്യക്തത എന്നത് വന്നിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള എതിർപ്പ് ഇറാനിൽ ഈ തെരഞ്ഞെടുപ്പിനെതിരെ ഉയരുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഈ എതിർപ്പുള്ളപ്പോഴും പിതാവ് രക്തസാക്ഷിയായ സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് മകൻ വരുന്നത് തെറ്റല്ല എന്ന ഒരു നിലപാടിലാണ് ഷിയ നേതൃത്വം എത്തിയത്. അതാണ് മുജ്തബയുടെ ഈ പാരമ്പര്യ രീതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുജ്തബയുടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും പുതിയ നേതൃത്വത്തിൽ ഇറാൻ ഇനി യുദ്ധം നയിക്കാൻ പോവുകയാണ്, യുദ്ധം നേരിടാൻ പോവുകയാണ്. അപ്പോൾ മുജ്തബയുടെ ഭാവി എന്ത് എന്നൊരു ചോദ്യം കൂടി വളരെ പ്രസക്തമാവുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി അടുത്ത ബന്ധമുള്ള മുജ്തബ ഖമനയി പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനാണ്. യുഎസും ഇസ്രയേലുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പാശ്ചാത്യ വിരുദ്ധത തുടരുന്ന ആളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നിലയിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരടാണ് മുജ്തബ എന്നത് നമുക്ക് പറയാം. അധികം ചിത്രങ്ങൾ പോലും മുജ്തബയുടേതായി നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല. അത്രയും ഉൾവലിഞ്ഞ ജീവിതമാണ്. അതായത് അത് രഹസ്യാത്മകത ഉള്ള ജീവിതം കൂടിയാണ് മുജ്തബയുടേതെന്ന് കാണാം. കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട്. വൈറ്റ് ഹൌസിന്റെ അംഗീകാരമില്ലാതെ ഒരു നേതാവിനും ഇറാനിൽ അധിക കാലം തുടരാനാവില്ല എന്നതാണ് ട്രംപ് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത്. മുജ്തബ തനിക്ക് സ്വീകാര്യനല്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈറ്റ് ഹൌസിന്റെ അംഗീകാരമില്ലാത്ത ഒരു നേതാവും ഇറാനിൽ അധികകാലം അധികാരത്തിൽ തുടരില്ല, വാഴില്ല എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ നേതാവ് തങ്ങളുടെ അംഗീകാരം നേടേണ്ടതുണ്ട് എന്ന് ട്രംപ് പറയുന്നു. അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇറാനിലെ പുതിയ നേതൃത്വത്തിന് നിലനിൽപ്പുണ്ടാകില്ല എന്ന ഭീഷണി ട്രംപ് മുഴക്കുന്നുണ്ട്. മുജ്തബയെ ഒരു ലൈറ്റ് വെയ്റ്റ് നേതാവെന്ന് പറഞ്ഞ് പരിഹസിക്കുക കൂടി ചെയ്യുന്നുണ്ട് ട്രംപ്. സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന പുതിയൊരു നേതാവിനെയാണ് അമേരിക്ക പിന്തുണയ്ക്കുക എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഓരോ 5 വർഷമോ 10 വർഷമോ കൂടുമ്പോൾ ഇറാനിലേക്ക് സൈന്യത്തെ അയക്കാനൊന്നും വയ്യ, ആ സാഹചര്യം ഒഴിവാക്കുകയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. അതുകൊണ്ട് തന്നെ അധികം വാഴിക്കില്ല മുജ്തബയെ എന്നതാണ് ട്രംപ് നൽകുന്ന സന്ദേശം. ഇറാനിലെ ഈ നിയമനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങൾക്കും എണ്ണ സംഭരണശാലകൾക്കും നേരെ ഇസ്രയേൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയെന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതായത് മുജ്തബ ഖമനയിയെ തെരഞ്ഞെടുത്തു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഇസ്രയേൽ നടത്തുന്നത്. മുജ്തബ ഖമനയി തന്റെ പിതാവിന്റെ ശത്രുപരമായ നയങ്ങൾ തുടർന്നാൽ അദ്ദേഹം വധിക്കപ്പെടേണ്ട ഒരു വ്യക്തമായ ടാർഗറ്റ് ആയിരിക്കും എന്നതാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത്. അതായത് വധഭീഷണി തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വാഴിക്കില്ല എന്ന സന്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയാണ്. അംഗീകരിക്കില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുജ്തബയെ അംഗീകരിക്കില്ല എന്ന്. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പുരോഹിതനായി തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്കും ജീവന് ഭീഷണി ഉണ്ടാകും എന്ന സാഹചര്യമൊക്കെ ഇസ്രയേൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കും മുജ്തബയ്ക്ക് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പോലും അധികം വാഴിക്കില്ല എന്ന ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും മുജ്തബയുടെ നിയമം അംഗീകരിക്കാനാവില്ല എന്ന് സംയുക്തമായി അറിയിക്കുമ്പോൾ ഭീഷണിയുടെ വാൾ മുജ്തബയുടെ തലയ്ക്ക് മീതെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? കൂടുതൽ കർക്കശക്കാരനായ മുജ്തബയുടെ നേതൃത്വത്തിൽ കൂടുതൽ കടുത്ത യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഗൾഫ് മേഖല അശാന്തമാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങേണ്ടത്. അതുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഖമനയുടെ വാദം നമ്മുടെ രാജ്യത്ത് വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ചത് നമ്മൾ കണ്ടതാണ്. ഖമനയി വധത്തിലെ കേന്ദ്ര സർക്കാരിന്റെ മൗനം നിഷ്പക്ഷതയല്ലെന്ന കടുത്ത വിമർശനവുമായി സോണിയാഗാന്ധി രംഗത്തു വന്നു. ഇന്ത്യയുടെ വിദേശ നയം വഴിമാറുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഇറാനിലെ ആക്രമണത്തിലും കേന്ദ്ര നിലപാടിലും ഇടത് സംഘടനകൾ പ്രത്യക്ഷ പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കേന്ദ്രത്തിന്റെ നിലപാട് നിഷ്പക്ഷതയല്ലെന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റലാണെന്നുമൊക്കെ സോണിയാഗാന്ധി ആരോപിച്ചത്. പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നൊരാവശ്യവും അന്ന്
സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് ഈ വിഷയത്തിൽ പാർലമെന്റിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംഭാഷണവും നയതന്ത്രവും മാത്രമാണ് ഏക പരിഹാരം എന്നതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഈ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ന് സഭയിൽ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുക. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംഭാഷണങ്ങളും നയതന്ത്രവും മാത്രമാണ് ഏക പരിഹാരം എന്നതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞത്. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നത് ജയശങ്കർ പറഞ്ഞു. മേഖലയിലെ വർദ്ധിച്ചു വരുന്ന യുദ്ധ സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് രാജ്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈനിക നടപടികൾക്ക് പകരം നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരം കാണണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നതാണ് എസ് ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകണം എന്ന ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അത് ചർച്ചകളിലൂടെ, നയതന്ത്ര ചർച്ചകളിലൂടെ ആകണം എന്നത് അദ്ദേഹം വിശദീകരിച്ചു. ഇന്ന് സഭയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. Government had issued a statement on 28th February expressing its deep concern and urging all sides to exercise restraint, avoid escalation and prioritize the safety of civilians. We believe and we continue to believe that dialogue and diplomacy should be pursued to de-escalate tensions and address underlying issues. Sir, it is also imperative that the sovereignty and territorial integrity of all states in the region be respected. അപ്പോൾ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം, അത് നയതന്ത്ര ചർച്ചയിലൂടെ വേണം എന്നതാണ് ഇന്ത്യൻ നിലപാട്. അതാണ് വിദേശകാര്യമന്ത്രി സഭയിൽ പറഞ്ഞത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളതാണ് എന്നുകൂടി ജയശങ്കർ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാരുണ്ട്, പ്രവാസികളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത്രയധികം മനുഷ്യർ ആ മേഖലകളിൽ നമ്മുടെ രാജ്യത്ത് നിന്നും ഉള്ളപ്പോൾ അതിൻ്റെ വലിയ ആശങ്ക നമ്മളെ സംബന്ധിച്ചുണ്ട്. അത് അതീവ ഗൗരവമുള്ള സാഹചര്യമാണ് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അക്രമാസക്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും ചൂണ്ടിക്കാട്ടുന്ന ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഈ വിഷയങ്ങൾ നിരീക്ഷിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപര്യങ്ങളെ ഈ സംഘർഷം ബാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് പശ്ചിമേഷ്യ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മുടെ എണ്ണ, ഗ്യാസ് ആവശ്യങ്ങളുടെ വലിയൊരു ഭാഗം അവിടെ നിന്നാണ് വരുന്നത്. അതോടൊപ്പം അവിടെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുങ്ങിക്കിടക്കുന്നവരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ടെഹ്റാനിലെ ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. സംഘർഷ മേഖലയിലെ എല്ലാ രാഷ്ട്രത്തലവന്മാരുമായും ഇന്ത്യ ചർച്ച നടത്തിയതായും മന്ത്രിസഭയെ അറിയിച്ചു എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിൽ നോക്കൂ, നമുക്കറിയാം, ചിലപ്പോൾ ഈ ഇറാനിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നവർ അവരെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ഗൾഫ് രാഷ്ട്രങ്ങളുമായി നമുക്ക് ആശയവിനിമയം നടത്തേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേലും അമേരിക്കയും ഒക്കെ നമ്മൾ പല വിധത്തിൽ സഹകരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ആ രാഷ്ട്രങ്ങളുമായും ഉള്ള സംഭാഷണങ്ങൾ, നയതന്ത്ര ചർച്ചകൾ, ബന്ധം ഉലയാത്ത രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉടലെടുത്തിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അത് നേരിട്ടാണ് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്കാരുടെ ആശങ്കകൾ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിലെങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ ഒരു വ്യക്തത കൂടി അദ്ദേഹം വരുത്തുന്നു. Given the gravity of the situation, the Cabinet Committee of Security (CCS) met on 1 March under the chairmanship of the Honorable Prime Minister. It was briefed on the airstrikes in Iran and the subsequent attacks in several Gulf countries. The CCS was concerned over the safety and security of the Indian community in the region. It also focused on the implications for regional security and for economic and commercial activities. The committee was apprised of difficulties faced by Indian travelers
transiting the region and by students appearing for scheduled examinations in these countries. It directed all concerned ministries and departments to take appropriate measures to respond to these problems. Honorable Prime Minister continues to closely monitor emerging developments and relevant ministries are coordinating to ensure effective responses. Sir, the conflict has continued to intensify and the security situation in the region has deteriorated significantly. We have noted that, in fact, the conflict has spread to other nations with mounting destruction and deaths. Normal life and economic activities in the entire region are visibly affected and in some cases have come to a halt. We therefore reiterated our call on 3 March for dialogue and diplomacy and spoke up for an early end to the conflict. I am confident, Chairman Sir, that the House joins me in expressing our sorrow at the loss of lives. Honorable Chairman Sir, while any development that negatively impacts peace and security in the world is deeply troubling, this ongoing conflict is an issue of particular concern for India. We are a neighboring region. സംഘർഷം തുടങ്ങിയ ദിവസം മുതൽ തന്നെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ സാധ്യമായ ഇടപെടലുകൾ നടത്തി എന്നതാണ് വിദേശകാര്യമന്ത്രി ഇന്ന് പ്രസ്താവനയിൽ അറിയിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ അറിയാം, വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം സഭയുടെ ഇരുസഭകളിലും ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പ്രതിഷേധവും ഇതിനെ തടസ്സപ്പെടുത്താനുള്ള തരത്തിലുള്ള ശ്രമങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രസ്താവന മാത്രം പോരാ, ഇതിൽ ചർച്ച വേണം എന്നതാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. അവർ പിന്നീട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയാണ് ഇന്ന് വിദേശകാര്യമന്ത്രി സഭയിൽ നൽകിയത്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സംഘർഷ മേഖലയിൽ നിന്ന് ഇതുവരെ 67,000 ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതമായി നാട്ടിലെത്തി എന്നതാണ് സഭയെ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 20 തന്നെ ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ സംഘർഷം ലഘൂകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും ജയശങ്കർ ആവർത്തിച്ചു. യുദ്ധം കാരണം ആഗോള വിതരണ ശൃംഖലയിൽ ഗുരുതരമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന കാര്യമാണ് എന്നതും ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇറാനുമായുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അവരുമായുള്ള നയതന്ത്ര ചർച്ചകൾ ഇപ്പോൾ സാധ്യമാകുന്ന ഒരു സാഹചര്യമല്ല, അതിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. ഖമനേയി വധത്തെ നേരിട്ട് പരാമർശിക്കാതെയാണ് ഈ പ്രസ്താവന അദ്ദേഹം സഭയിൽ നടത്തുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. അതും പ്രതിപക്ഷ ബഹളത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ചർച്ച വേണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് ചൂണ്ടിക്കാട്ടി അവർ ബഹളം വയ്ക്കുകയും പിന്നീട് സഭ വിട്ടുപോവുകയുമായിരുന്നു. ഫെബ്രുവരി 20 തന്നെ സർക്കാർ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നതും സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾ തന്നെയാണ് പോംവഴി എന്നുമാണ് ജയശങ്കർ ആവർത്തിച്ചു പറയുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ നേരത്തെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നതാണ്. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അനുശോചന ബുക്കിൽ ഒപ്പിട്ടിരുന്നു. മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ആദരിക്കപ്പെടണമെന്നും സിവിലിയന്മാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പാർലമെന്റിനുള്ളിൽ ഒരു വ്യക്തത ഇന്ത്യ നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതിൽ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. (2013) മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിന് സമാനമായ സാഹചര്യത്തിലൂടെ വീണ്ടും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കടന്നുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകളിൽ പ്രതികരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നതാണ് ഗണേഷ് കുമാർ അതിന് മറുപടിയായി പറഞ്ഞത്. അത് പറഞ്ഞ് ഗണേഷ് കുമാർ മടങ്ങിയതിന് പിന്നാലെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തുന്നു. കെ ബി ഗണേഷ് കുമാറിനെതിരെ DGPക്ക് ഒരു പരാതി വരുന്നു.
മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പകൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സംഭവിച്ചിട്ടുള്ളത്? 2013 സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നത് നമ്മൾ നോക്കുകയാണ്. നമുക്ക് ആദ്യം ഇതിന്റെ ഏറ്റവും ഒടുവിൽ വന്ന വിവരം അനുസരിച്ച് ഗണേഷ് കുമാറിനെതിരെ DGPക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണനാണ് ഗണേഷ് കുമാറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ യദു കൃഷ്ണൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഒരു പരാതിയായി DGPക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടതായി പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. മന്ത്രിയുടെ ഭാര്യ തന്നെ ഇത് നേരിൽ കണ്ടെന്നും തുടർന്ന് 112 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചതായി ഈ പരാതിയിൽ പറയുന്നു. എന്നാൽ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് DGPക്ക് നൽകിയ പരാതിയിൽ ഈ KSU വൈസ് പ്രസിഡന്റ് ആരോപിക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യമുയരുന്നു. ഗണേഷ് കുമാറും സ്റ്റാഫും ചേർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിനെ ആക്രമിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നതാണ് യദു കൃഷ്ണൻ ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് KSU പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭാര്യ ബിന്ദു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മന്ത്രി ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ അതീവ മോശമായ സാഹചര്യത്തിൽ താൻ നേരിട്ട് കണ്ടുവെന്നും അതിന്റെ തെളിവുകൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് എന്നതുമാണ് ഭാര്യ ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2 മാസം മുൻപ് വാളകത്തെ വീട്ടിൽ വെച്ച് മന്ത്രിയെ വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് കണ്ടത്. അവിടെ കണ്ടത് മോശമെന്ന് പറയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ താൻ ദൃശ്യങ്ങൾ അത് പകർത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ മന്ത്രിയുടെ സ്റ്റാഫുകൾ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും തടയുകയും ചെയ്തു എന്ന് ബിന്ദു പറയുന്നു. BJP കൗൺസിലറായ ശ്രീലേഖയുടെ സഹായം ഈ ഘട്ടത്തിൽ താൻ തേടി. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സഹായം തേടി. എന്നാൽ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയായിരുന്നു എന്നാണ് ബിന്ദു ചൂണ്ടിക്കാട്ടുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളോട് സംസാരിച്ചിരുന്നു എന്ന് ബിന്ദു പറയുന്നു. എന്നാൽ നിലവിൽ നിയമ നടപടികൾക്ക് താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ബിന്ദു മേനോൻ പറയുന്നത്. 2019 മുതൽ തന്നെ ഈ വിവാഹ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ബിന്ദു പറയുന്നുണ്ട്. മന്ത്രിയായതിനു ശേഷം നിരവധി സ്ത്രീകളുടെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ട് എന്നതാണ് ബിന്ദു ചൂണ്ടിക്കാട്ടുന്നത്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് സംശയരോഗമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറാണ് ഗണേഷ് കുമാർ ചെയ്യുന്നതെന്ന് ബിന്ദു മേനോൻ ആരോപിക്കുന്നു. നിരവധി തവണ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ കുടുംബത്തിൽ നടന്നു. പക്ഷേ ഇതുവരെ മാപ്പ് പറയാനോ ഒന്നും തന്നെ ഗണേഷ് കുമാർ തയ്യാറായിട്ടില്ല എന്നതാണ് ബിന്ദു പറയുന്നത്. എന്തുകൊണ്ട് ഈ പരാതി ഇപ്പോൾ ഇങ്ങനെ പുറത്തു പറയുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തനിക്ക് വട്ടാണെന്ന് വരുത്തി തീർക്കാൻ മന്ത്രി ശ്രമിക്കുന്നതിനാലാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറയുന്നതെന്നാണ് അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ച കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം ശരിയാണ് എന്ന് വരുന്ന ഒരു പ്രതികരണമാണ് ബിന്ദുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിലായിരിക്കാം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിൽ പ്രതികരിക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുത്തത്. അപ്പോൾ പ്രണയം ഒരു കുറ്റമല്ല, പ്രണയം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ന്യായീകരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ മന്ത്രിയോട് ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായാണ് ഗണേഷ് കുമാർ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. കേരളത്തിലെ ഈ കാര്യങ്ങൾ ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും തനിക്കെതിരെ ഉയരുന്ന ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് വ്യക്തിപരമായ കാര്യമാണെന്നും അതിലാരും ഇടപെടേണ്ടതില്ല എന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. മാത്രമല്ല, പ്രണയം ഒരു കുറ്റമല്ല, പ്രണയം എല്ലാവർക്കുമുണ്ട്, ഇത് ഇനിയും താൻ തുടരും എന്നത് കെ ബി ഗണേഷ് കുമാർ പറയുന്നു. താനൊരു മികച്ച പൊതുപ്രവർത്തകനാണ്, ഇന്നേ വരെ അഴിമതി ചെയ്തിട്ടില്ല, പത്തനാപുരത്തുകാർ ഈ ആരോപണങ്ങളൊന്നും വിശ്വസിക്കില്ല,
എന്നെ നല്ലതുപോലെ അറിയാവുന്നവരാണ് പത്തനാപുരത്തുകാർ. വീട്ടിലെ കാര്യം പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ തനിക്കൊന്നും മറക്കാനില്ല. വീട്ടിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്. തൻ്റെ ഭാഗത്ത് നിന്ന് മാന്യതയില്ലാത്ത ഒരു പെരുമാറ്റവും ഒരു സ്ത്രീക്കും ഉണ്ടായിട്ടില്ല തുടങ്ങി വലിയ രീതിയിൽ ഈ കാര്യങ്ങളിൽ പ്രതികരണം കെ.ബി. ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു? പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, ഇടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഇപ്പം നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവരെ നിങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ്. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നാടിനെന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കൂടി. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു, കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് നിന്ന് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. വെളിയുന്നാരും വരാറില്ല. ബഹുമാന VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ NSS എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? അപ്പോൾ എല്ലാ തരത്തിലും ന്യായീകരിക്കുകയാണ്. 5000 പ്രണയം ഉണ്ടാകാം എന്നൊക്കെയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. BJP കൗൺസിലർ R. ശ്രീലേഖയ്ക്കെതിരെയും ഗണേഷ് കുമാർ തിരിച്ചടിച്ചിട്ടുണ്ട്. തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ തന്റെ ഭൂരിപക്ഷം കൂട്ടും എന്ന ആത്മവിശ്വാസം കൂടിയാണ് കെ.ബി. ഗണേഷ് കുമാർ പ്രകടിപ്പിച്ചത്. വട്ട് മൂത്താൽ ആരും പരാതിപ്പെടും, എനിക്കും വേണമെങ്കിൽ പരാതിപ്പെടാം. ഇക്കാര്യത്തിൽ ഇടപെടാൻ ശ്രീലേഖ ആരാണ് എന്ന് കെ.ബി. ഗണേഷ് കുമാർ ചോദിക്കുന്നു. മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കരുവാണ് അവർ തീർക്കുന്നതെന്ന് ഗണേഷ് കുമാർ പറയുന്നു. എന്തായാലും വലിയ രീതിയിൽ ഇങ്ങനെ ഒരു ആരോപണം ഈ ഭാര്യ രംഗത്ത് വരുന്നതിന് മുൻപ് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഈ വലിയ രീതിയിലുള്ള റിയാക്ഷൻ ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് നൽകിയത്. അത് സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി വരുന്ന പ്രചരണങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അതിൽ പ്രതികരിക്കാൻ കെ.ബി. ഗണേഷ് കുമാർ തയ്യാറായിട്ടുള്ളത്. വ്യക്തി ജീവിതം മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം നടത്തുന്ന വ്യക്തിയാണ് താൻ, അതിൽ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, അഴിമതി നടത്തിയിട്ടില്ല എന്നൊരു ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ കൂടുതൽ തെരഞ്ഞെടുപ്പിനെ ഇതൊരു തരത്തിലും ബാധിക്കില്ല, ഭൂരിപക്ഷം കൂടുകയേ ഉള്ളൂ എന്നുള്ള ആത്മവിശ്വാസം കൂടി കെ.ബി. ഗണേഷ് കുമാർ പങ്കുവെക്കുകയാണ്. എന്നാൽ ഇതിനെ വലിയ രീതിയിൽ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. നമുക്കറിയാം KSU വൈസ് പ്രസിഡന്റാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് വലിയൊരു ആരോപണമായി ഉന്നയിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ സംഭവം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ വൈസ് പ്രസിഡന്റ് തന്നെ, KSUവിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ DGPക്ക് പരാതി നൽകുന്നത് നമ്മൾ കണ്ടു. VD സതീശൻ, ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ മറുപടി പറയണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രവുമല്ല, മന്ത്രിസ്ഥാനം ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ഒരു ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ എന്തായാലും പലയിടങ്ങളിലും ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
പാലക്കാട് തീർച്ചയായും അതുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സീറ്റ് കൊടുക്കില്ല എന്ന തീരുമാനമുണ്ട്. എങ്കിൽ പോലും ഈ വിഷയം വലിയ രീതിയിൽ കോൺഗ്രസിനെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം കിട്ടിയിരിക്കുകയാണ് KB ഗണേഷ് കുമാറിന്റെ രൂപത്തിൽ. അത് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അവർ അത് ആ രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഗൗരവതരത്തിൽ തന്നെ കേരളം ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മറ്റൊരു കാര്യം, ഇവിടെ പോലീസ് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഗാർഹിക വയലൻസ് ആണ് സംഭവം. അപ്പോൾ അവിടെ നിന്ന് ഒരു പരാതി 112ലേക്ക് ഒരു പരാതി കിട്ടുന്നു. പോലീസ് അതിൽ ഇടപെടുന്നില്ല, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ബിന്ദുവിൻ്റെതായി രംഗത്ത് വരുന്നുണ്ട്. ബിന്ദു തന്നെ പറയുന്നുണ്ട് അത് ദൃശ്യങ്ങൾ ഉണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട് എന്നത് അവർ പറയുന്നുണ്ട്. അവർ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും പോലീസിനെതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അപ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലാകുന്നത് സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിലൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. പ്രധാനപ്പെട്ട നേതാക്കൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യമാണ് KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയവും ഉണ്ടാകുന്നത്. തന്നെ ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്നും കഴിഞ്ഞ 16 വർഷമായി ഇത് തുടരുകയാണെന്നും കാട്ടി യാമിനി തങ്കച്ചി, KB ഗണേഷ് കുമാറിന്റെ അന്നത്തെ ഭാര്യ, 2013 പോലീസിലും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് KB ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ നിലയിലൂടെയാണോ ഇപ്പോഴും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? KB ഗണേഷ് കുമാറിന്റെ രാജി എന്നത് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പോലീസ് നിഷ്ക്രിയത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇതും സജീവ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വരുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തകൃതിയായി ഓരോ മുന്നണിയിലും രാഷ്ട്രീയ പാർട്ടികളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ധാരണ ഈ കാര്യങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇനിയും തീരുമാനങ്ങളാകാനും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഇത്തവണ ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നത്. മറിയ ഉമ്മനെ കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ വലിയ രീതിയിൽ ഉണ്ടായത്. ചാണ്ടി ഉമ്മൻ തന്നെ ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ചാണ്ടി ഉമ്മൻ നൽകുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് തള്ളിക്കളയുന്ന തരത്തിലാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ചോദ്യം ഉയരുന്നു പോലുമില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. ആ ചോദ്യം ഉയർന്നാൽ പാർട്ടി തന്നോട് ആ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ ഉത്തരം പറയും എന്നതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണം. അപ്പോൾ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ കേൾക്കാം. ഇത്തവണ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മൻ അല്ലാണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും? അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ റൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. സാധ്യതകൾ അങ്ങനെ പ്രചരിക്കുന്നു. ചോദ്യം ഇപ്പം അങ്ങനെയില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. ചോദ്യം എന്നോട് പാർട്ടി ചോദിക്കും, അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നതിനെ ചാണ്ടി ഉമ്മൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം വരട്ടെ, അപ്പോൾ ഞാൻ മറുപടി കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതാണ് കേരള സമൂഹത്തിന് അറിയാവുന്നത്. അത് ചാണ്ടി ഉമ്മന്റെ പോലും അവസരങ്ങൾ ചില സമയം ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ച സമയങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതേമാണ് ശരി. അതേ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല.
അപ്പോൾ അതിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ല ചോദിച്ചാൽ അത് ശരിയല്ല. ഈ കാര്യങ്ങൾ വീട്ടിൽ സംസാര വിഷയമാകാറുണ്ടോ? അത് ഇപ്പൊ അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ, ചർച്ച വരുമ്പോ അപ്പോൾ CPM-ൽ ഇത്തവണ കുടുംബാധിപത്യം ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കണ്ണൂർ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇഷ്ടമുള്ളവരെ തീരുമാനിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം അവരുടെ രീതി അങ്ങനെ, അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കാം, ആരും മത്സരിച്ചാലും അവരൊരു ന്യായീകരണം കൊണ്ടുവരും. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും മത്സരിച്ചാലേ പ്രശ്നം വരുന്നുള്ളൂ. ആര് വേണം മത്സരിപ്പിച്ചു, ഞാൻ അഭിപ്രായം പറയുന്നത് അവരുടെ പാർട്ടിയിൽ ഇൻറ്റേർണൽ മാറ്ററാണ്. അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കുക, ഞാൻ ഫുൾ ഫ്രീഡം ഞാൻ എന്നെ തന്നെ കൊടുക്കുക അവർക്ക്. കാരണം ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. അവിടെ എതിർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതിരിക്കണം, അങ്ങനെ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അത്? അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെന്നേ, അവരുടെ പാർട്ടിയല്ലേ, അവരുടെ പാർട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതേ കാര്യം മറ്റൊരു പാർട്ടിക്കാർ ചെയ്താൽ അതിന് ന്യായീകരണമായിട്ട് വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും എന്തായാലും ചാണ്ടി ഉമ്മൻ തള്ളിക്കളയുന്നില്ല. ഏതിനുള്ള സാധ്യത? ഒരാൾ കൂടി വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നമ്മളെന്താ സംസാരിച്ചുകൊണ്ട് CPM-ന്റെ കാര്യമല്ലേ പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കുക, അവരുടെ പാർട്ടി സെക്രട്ടറിയോ അവരുടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നോ ആർക്ക് വേണം മത്സരിപ്പിച്ചുകൂടെ? അവർക്ക് ഈസി ആയിട്ട് ജയിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, CPM മത്സരിപ്പിച്ചോട്ടെ. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യത ചാണ്ടി ഉമ്മൻ തള്ളുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ആരെത്തിയിട്ട് പാലം അന്വേഷിക്കുന്നില്ല, ആറെത്തിയിട്ട് പാലം അന്വേഷിച്ചാൽ മതി എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതിനെ ഇപ്പോൾ ഒരു തരത്തിലും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമായി കാണുന്നില്ല. അത്തരമൊരു ചർച്ച എവിടെയും ഉയരുന്നില്ല എന്ന് പറയുന്നു. വീട്ടിൽ അത്തരമൊരു ചർച്ച ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പാടെ തള്ളുകയാണ്. അപ്പോൾ എന്താണോ ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ്റെ നിലപാട് അത് പ്രകടമാക്കുന്ന തരത്തിൽ തന്നെ അതിനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൽ ചാണ്ടി ഉമ്മൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. മറ്റ് ചില കാര്യങ്ങളിലുള്ള തുറന്നു പറച്ചിൽ കൂടി ചാണ്ടി ഉമ്മൻ നടത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിലിനോടുമുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും മരണത്തിന് മുൻപും ഉടലെടുത്തതാണ് അവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നത് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്, അത് വ്യക്തിപരമല്ല എന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടേണ്ടതായിരുന്നുവെന്നും അതിൽ കൂടുതൽ താനൊന്നും പറയുന്നില്ല എന്നും കൂടി ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. പറയാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ അത് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ചോദ്യങ്ങളോടും ചിലതിൽ മൗനം പാലിച്ചും ചിലതിൽ ഒരു പ്രതികരണവും ഇല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് ചാണ്ടി ഉമ്മൻ്റെ സമീപനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു തുറന്നു പറച്ചിൽ തന്നെ ചാണ്ടി ഉമ്മൻ നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. ഇല്ല, അദ്ദേഹം പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹം മാറ്റി നിർത്തി. ഇതിൻ്റെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആണോ ചാണ്ടി ഉമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റിയ ഘടകം? അല്ല, അതും ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനൊന്നും അതൊന്നും അറിവില്ലല്ലോ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി 2 സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ലാതെ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്, അതിൽ ഇതുമായിട്ടൊന്നും കണക്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് അത് രാഹുലുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല, രാഹുലുമായിട്ടോ ഷാഫിയായിട്ടോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അത് എൻ്റെ ഫാദറിനോടൊപ്പം ഉള്ളവരോടുള്ള മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനാണ്. അത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനു മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ വിഷയത്തിൽ ശരി എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം A ഗ്രൂപ്പിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നില്ല നിർദ്ദേശിച്ചത് മറ്റ് JS അഖിലിനെ ആയിരുന്നു. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് താങ്കൾ കരുതുന്നു? അതാണ് ഈ അകൽച്ചയുടെ പ്രധാന കാരണം. ഞാൻ ഒന്നും കമന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിരുന്നു, അത്രേ പറയൂ. ഞാൻ ഫർദർ കമന്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ വെള്ളം ഒഴുകിപ്പോയി, ഇനി അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ആ ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞാൻ ഫർദർ കമന്റ് ചെയ്യുന്നു. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആരോപണം ശക്തമായി വരുന്നൊരു ദിവസം കൂടിയാണ്.
അതേസമയം നേരത്തെ സോളാർ കേസിൽ ഗണേഷ് കുമാറിൽ നിന്ന് നീചമായ പ്രവൃത്തികളാണ് ഉണ്ടായതെന്ന ഒരു ആരോപണം ചാണ്ടി ഉമ്മൻ നടത്തുകയും അതിൽ ഗണേഷ് കുമാർ പ്രതികരിച്ച് രംഗത്ത് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ചാണ്ടി ഉമ്മൻ ഈ നമ്മൾക്ക് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത്. നിയമമെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുവെന്ന ഗണേഷിന്റെ ആരോപണം അത് മനസാക്ഷിയോട് അദ്ദേഹം ചോദിക്കണം. മനസാക്ഷിയുടെ ഉത്തരം എന്തായാലും ഗണേഷ് കുമാർ പുറത്തു പറഞ്ഞതായിരിക്കില്ല എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് പല മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പത്തനാപുരത്തെത്തി ഗണേഷ് കുമാറിനെതിരായ ഒരു പരാമർശം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. ആ വിഷയത്തിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു. അങ്ങനെ ഒരു സമയവും സാഹചര്യവും ബോധപൂർവം തെരഞ്ഞെടുത്തതാണ്. പത്തനാപുരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഇലക്ഷൻ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ഇലക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിന് മുമ്പ് ഞാൻ പ്രചരണം നടത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ. എത്രയോ വർഷമായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ്. അതേപോലുള്ളത് ഞാനിതിനു മുമ്പ് തന്നെ ഇത് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇച്ചൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തി, ആ മാത്രമേ ഉള്ളൂ. കാരണം ഗണേശൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫാദറിൻ്റെ എൽഡർ ബ്രദറായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരാളാണ് ഉള്ളൂ സാർ. അദ്ദേഹത്തിൻ്റെ അമ്മയും അതേപോലെ എൻ്റെ മദറുമായിട്ട് വലിയ അടുപ്പമായി. ഗണേശനെയും ഞാൻ എന്താ പറയുക, ഒരു ഹൈ റിഗാർഡിൽ വെച്ചിരുന്നതാണ്. ഞങ്ങളൊരു NDUCയുടെ ഒക്കെ ഒരു പ്രശ്നം അദ്ദേഹമായിട്ട് ഞാൻ ടേക്കപ്പ് ചെയ്തു, അതൊക്കെ ചെയ്തായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു. ഇത്രയും അടുപ്പം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതേപോലൊരു കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിയമം പ്രൂവ് ചെയ്യട്ടെന്നേ, ഞാൻ അതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നില്ല. ബാക്കിയൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, ഒരാളും ജഡ്ജ് ചെയ്യുന്നില്ല. ശ്രീ ഗണേഷ് കുമാറടക്കം ആരെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തരേണ്ട നിയമമാണ്, നിയമം പറയട്ടെ. ഗണേഷ് കുമാർ ശക്തമായ ഭാഷയിലാണ് അതിനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബത്തെയും ആകെ നശിപ്പിച്ച വ്യക്തിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ആ വിവാദം അവിടെ ജനങ്ങളും കാണുന്നുണ്ടല്ലോ. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ജനങ്ങൾ കാണുന്നുണ്ട്. ആ വിവാദം അവിടെ അവസാനിപ്പിക്കാനാണോ താല്പര്യം? അല്ല, വിവാദമൊന്നുമില്ല. ചില ഫാക്ട്സ് കേരള സമൂഹത്തിന് മുന്നിലുണ്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടാൽ ആ ഉത്തരം അതായിരിക്കില്ല. മനസാക്ഷി പറയുന്ന ഉത്തരം അതായിരിക്കില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞു, നമുക്ക് അതിനെക്കുറിച്ചൊരു ടോപ്പിക്കിൻ്റെ ആവശ്യമില്ല. ആ ഡിസ്കഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുമോ? അല്ല, ജനങ്ങളെല്ലാം കാണും, എല്ലാം കാണുന്നുണ്ട്. പത്തനാപുരത്ത് ഗണേഷിനെ ബാധിക്കുമോ? അതിലേക്കൊന്നും ഞാൻ കമന്റ്, ജനങ്ങളല്ലേ കാണുന്നത്, ജനങ്ങൾക്ക്. ഇപ്പോൾ സോളാർ കേസ് പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ മറുപടി. എന്തായാലും ഇപ്പോൾ ഗണേഷിന് മറ്റ് ചില വിഷയങ്ങൾ കൂടി നേരിടേണ്ടി വരുന്ന, സമാനമായ തരത്തിലുള്ള മറ്റു വിഷയങ്ങൾ കൂടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. എന്തായാലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിച്ചുകൊണ്ട്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിക്കൊണ്ടൊക്കെയാണ് ചാണ്ടി ഉമ്മൻ വളരെ ബുദ്ധിപരമായി മറുപടികൾ പറയുന്നത്. മിണ്ടാതെ മിണ്ടി ചാണ്ടി എന്നതാണ് ഈ അഭിമുഖം. നമുക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപം 9:30 ചാനലിൽ കാണാം. പ്രേക്ഷകരെ, നമ്മൾ കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിലേക്ക് സഞ്ജു പറന്നിറങ്ങുന്ന നിമിഷത്തിനായി അല്പസമയത്തിനകം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സഞ്ജു സാംസൺ എത്തും. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരളം ഒന്നാകെ, പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരികയാണ്, കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് സഞ്ജുവിൻ്റെ ആ വരവിനായി. ഒരുപാട് ആരോപണങ്ങൾ ഏറ്റ, പരിഹാസം ഏറ്റ വ്യക്തി ഇന്ന് ക്രിക്കറ്റിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. അഭിനന്ദന പ്രവാഹം ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ വിജയശ്രീ ലാളിതനായി എത്തുന്ന സഞ്ജുവിനെ കാത്തു നിൽക്കുന്ന സമയമാണ്, നിമിഷങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വളരെ വൈകാതെ തന്നെ സഞ്ജു എത്തും, മാധ്യമങ്ങളെ കാണും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട് ആ വിവരങ്ങൾ, സന്തോഷം പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാനായി. എന്തായാലും സ്ഥിരതയില്ലാത്ത കളിക്കാരൻ, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അറിയാത്ത കളിക്കാരൻ, വിശ്വസിക്കാൻ സാധിക്കാത്ത കളിക്കാരൻ, അങ്ങനെ എന്തെല്ലാം വിമർശനങ്ങളാണ് സഞ്ജു കേട്ടത്. അങ്ങനെ വിമർശിച്ചവർക്ക് മുന്നിൽ സഞ്ജു തൻ്റെ പ്രകടന മികവ് കൊണ്ട് വിശ്വകിരീടം നേടിയെടുത്തിരിക്കുകയാണ്. നിർണായകമായ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി സഞ്ജു മാറി.
വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താവാതെ 97 റൺസ്, ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ 89 റൺസ്, ഫൈനലിൽ 89 എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോർ. അത് വ്യക്തിഗത സ്കോർ ഉയർത്താൻ ഒന്നുമല്ല, ടീമിന് വേണ്ടി അർപ്പിതമായിട്ടുള്ള ഇന്നിങ്സുകളായിരുന്നു ഈ മൂന്നും എന്നത് നമുക്കറിയാം. ഒരു തരത്തിലും ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് അദ്ദേഹം ഒരു പ്രാധാന്യവും നൽകിയില്ല. ടീമിന്റെ മുന്നോട്ട് പോക്ക് അത് മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രകടന മികവാണ് സഞ്ജുവിൻ്റേത് നമ്മൾ കണ്ടത്. ലോകകപ്പിലെ 5 ഇന്നിങ്സുകളിൽ നിന്ന് 80.25 ശരാശരിയിൽ 199.37 സ്ട്രൈക്ക് റേറ്റിലുമാണ് സഞ്ജുവിന്റെ പെർഫോമൻസുകൾ പിറന്നിരിക്കുന്നത്. 27 ഫോറുകൾ, 24 സിക്സറുകൾ സഹിതം 321 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ടൂർണമെന്റിലെ റൺ വേട്ടക്കാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് സഞ്ജു സാംസൺ, അതും ഈ 5 മത്സരങ്ങളിൽ നിന്ന് മാത്രം. ഒരു 2020 ലോകകപ്പ് പതിപ്പിൽ ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും കൂടുതൽ റൺസ് എന്ന 2014 വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് സഞ്ജു മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ മത്സരം കളിക്കാൻ പറ്റാതെ തന്നെ ആ റെക്കോർഡ് സഞ്ജു മറികടന്നിരിക്കുന്നു എന്നതാണ് സാഹചര്യം. T20 ലോകകപ്പ് തുടങ്ങിയപ്പോൾ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ സ്ഥാനം ഇല്ലായിരുന്നു. എന്നാൽ സഞ്ജുവിനെ തിരികെ വിളിക്കാൻ ടീം മാനേജ്മെന്റ് ഒടുവിൽ നിർബന്ധിതരായി. 2-ാം തവണയാണ് സഞ്ജു T20 ലോകകപ്പ് നേടുന്ന ടീമിൽ ഉൾപ്പെടുന്നത്. 2024-ൽ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിനെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ടീമിന്റെ ഭാഗമായിരുന്നു. അന്ന് ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മ ഈ ഫൈനൽ കാണാൻ ഗ്യാലറിയിലുണ്ടായിരുന്നു. ആ രോഹിത് ശർമ്മയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് അഹമ്മദാബാദിൽ സഞ്ജു ടീമിനെ കപ്പിലേക്ക് അടിച്ചു കയറ്റിയത് എന്ന് നമുക്ക് കാണാം. അതൊരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് തന്നെ പറയാവുന്നതാണ്. 2020 ലോകകപ്പിന്റെ താരമായ മലയാളി താരം സഞ്ജു സാംസന് വലിയ സ്വീകരണമൊരുക്കാൻ നമ്മുടെ നാട് കാത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്നലത്തെ പ്രസന്റേഷൻ സെറമണിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അതിൽ തൻ്റെ ഏറ്റവും മോശം സമയത്തും സച്ചിൻ തനിക്ക് നൽകിയ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് സഞ്ജു സാംസൺ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ലെജൻഡ് മറ്റൊരു കളിക്കാരന് വഴിയൊരുക്കുന്നത്, പ്രേരണയാകുന്നത്, ശക്തി പകരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നലത്തെ വാക്കുകൾ. അത് കൈപിടിച്ചു കൊണ്ടുവരിക ഓരോ താരത്തെയും എന്ന ഉത്തരവാദിത്വം സച്ചിൻ തെണ്ടുൽക്കർ നിറവേറ്റിയിട്ടുണ്ട് എന്ന തുറന്നു പറച്ചിലാണ് സഞ്ജു സാംസൺ ഇന്നലെ നടത്തിയത്. എന്തായാലും ഈ നിമിഷങ്ങൾ കേരളം കാത്തിരിക്കുകയാണ്. 2020 ലോകകപ്പിൽ താരമായ മലയാളി താരം സഞ്ജു സാംസന് സ്വീകരണമൊരുക്കാൻ. നമുക്കറിയാം, എല്ലാ ലോകകപ്പിലും കേരളത്തിൻ്റെ ഒരു പ്രതിനിധി ആ ടീമിൽ ഉണ്ടാകും. പക്ഷേ ആ കപ്പ് നേടുന്നതിൽ ഒരു ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ഒരു പ്രതിനിധി ഇത്തവണ കേരളത്തിനുണ്ടാകുന്നു. നമ്മളുടെ കൊച്ചു കേരളം ഒരുപാട് സ്വപ്നം കണ്ട ഇടത്തേക്കാണ് നമ്മൾ നടന്നെടുത്തിരിക്കുന്നത്. അത് സഞ്ജു സാംസണിലൂടെയാണ് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും സഞ്ജുവിന് സ്വീകരണമൊരുക്കാൻ തയ്യാറാവുകയാണ് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സഞ്ജുവിനെ ആദരിക്കും എന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. സഞ്ജു കേരളത്തിന്റെ പുത്രനും അഭിമാനവുമാണ് എന്നതാണ് മന്ത്രി പറഞ്ഞത്. ഇതിനോടകം തന്നെ സഞ്ജുവിന്റെ വീട്ടിലേക്ക് നേതാക്കളൊക്കെ എത്തുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ എത്തുകയാണ്. കരിയറിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും തളരാതെ പോരാടിയ സഞ്ജുവിന്റെ കഠിനാധ്വാനത്തെ മന്ത്രി വി ശിവൻകുട്ടി പ്രശംസിച്ചു. മകന്റെ നേട്ടത്തിൽ വികാരാധീനനാകുന്ന സഞ്ജു സാംസന്റെ അച്ഛനെ ഇന്ന് മലയാളം കണ്ടു. സഞ്ജുവിന്റെ അച്ഛൻ വിശ്വനാഥൻ, അദ്ദേഹം ന്യൂസ് 18 നടത്തിയ ഇന്റർവ്യൂവിനിടെയാണ് സഞ്ജുവിന്റെ ഫോൺ കോൾ വന്നപ്പോൾ സഞ്ജുവിനോട് സംസാരിച്ചത്. സഞ്ജു, നിനക്ക് കോൺസ്റ്റബിൾ സാംസന്റെ ബിഗ് സല്യൂട്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വളരെ വികാരാധീനനായാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. मेरे से सारे पूछ रहे यार, मेरा संजू उधर से वो कर गया, ये कर गया, आपका कितना खुश है। मैं बोलता हूँ मेरा बेटा चांद तोड़ के नहीं आया, मेरा बेटा ये कर सकता था, पहले भी करते रहा, ये उसने जो करना था उसने कर दिया, ये करेगा उसके, क्योंकि हम सारे पूछे क्या जश्न मना रहे, क्या बना रहे, वो बना रहे। मैं बोलता है मेरा घर में ऐसे कोई जश्न बनते नहीं,
വളരെ വികാരാധീനനായാണ് അദ്ദേഹം മകനോട് സംസാരിക്കുന്നത്. ആ കുടുംബവും കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ബുള്ളറ്റിൻ നമ്മളുടെ നേരം വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജു തിരുവനന്തപുരത്ത് എത്തും, മാധ്യമങ്ങളെ കാണും എന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാനും ഇങ്ങനെ ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ലേറ്റ് ആവുകയാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. അപ്പോൾ സഞ്ജുവും എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിന്റെ ആദ്യ പ്രതികരണം എന്ത് എന്നറിയാൻ കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺ. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.